വിശാലമായ ഈ പ്രപഞ്ചത്തെ അടുത്തറിയുന്നതിനു വേണ്ടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ജിജ്ഞാസ ഭൂമിയോടൊപ്പം സൗരയൂഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചും അനേകം പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കുറിച്ച് വരെ നമ്മെ പഠിപ്പിച്ചു. ഭൂമിക്ക് പുറത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് ഇത്രത്തോളം കണ്ടെത്തലുകൾ നടത്തി പഠിച്ച നമുക്ക് നമ്മൾ വസിക്കുന്ന ഭൂമിയെക്കുറിച്ച് എന്തെല്ലാം അറിയാം? നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നും താഴേക്ക് കുഴിച്ചു പോയി കഴിഞ്ഞാൽ എന്തെല്ലാമായിരിക്കും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്? കഥയിലൂടെ കേട്ട് പേടിച്ചിട്ടുള്ള പാതാളവും നരകവുമെല്ലാം ഈ ഭൂമിയുടെ അടിയിലായിരിക്കുമോ? ഇനി ആരെങ്കിലും അങ്ങനെ ഭൂമി തുറന്ന് പോയി നോക്കിയിട്ടുണ്ടാകുമോ എന്ന ചോദ്യത്തിന് റഷ്യയിലെ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്നാണ് ഉത്തരം. റഷ്യയിൽ നിന്നും പാതാളത്തിലേക്ക് നടത്തിയ ആ വലിയ യാത്രയിൽ അവർ കണ്ടെത്തിയത് അത്ഭുതങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ കാഴ്ചകളാണ്. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യൻ രൂപപ്പെട്ട ശേഷം സൂര്യനെ വലം വെച്ചിരുന്ന ഡെൻസിറ്റി കൂടിയ പദാർത്ഥങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഗോളാകൃതികൾ പ്രാപിച്ചു. അങ്ങനെ സൗരയൂഥത്തിലെ മറ്റനേകം ഗ്രഹങ്ങൾക്കും ചിഹ്നഗ്രഹങ്ങൾക്കും ഉൽക്കകൾക്കുമൊപ്പം 454 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി പിറവിയെടുത്തു. അന്നത്തെ ഭൂമി ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. ഭൂമിയുടെ ഉപരിതലം മുഴുവൻ 1200 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ ചൂടിൽ ചുട്ടുപഴുത്ത് ഒഴുകിക്കിടന്നിരുന്ന ലാവയുടെ കടൽ മാത്രമായിരുന്നു. കൂടാതെ നിരന്തരം ഉൽക്കകളും പൂർണ്ണരൂപം പ്രാപിക്കാത്ത ഗ്രഹങ്ങളും ഭൂമിയിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. ഇന്നത്തേതുപോലെ സൂര്യന് ഇത്രത്തോളം പ്രകാശ തീവ്രത അന്നുണ്ടായിരുന്നില്ല. ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാലഘട്ടമായ ഹേഡിയൻ യുഗം അവസാനിക്കാറായപ്പോഴേക്കും ഭൂമിയുടെ താപനില കുറയാൻ തുടങ്ങി. ഭൂമി അങ്ങനെ തണുത്തു തുടങ്ങിയ സമയത്താണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടിയ പദാർത്ഥങ്ങളെല്ലാം കേന്ദ്രഭാഗത്തേക്ക് എത്തിച്ചേരുന്നതും അതിനു പുറത്ത് സാന്ദ്രത കുറഞ്ഞു വരുന്ന പദാർത്ഥങ്ങൾ ലെയറുകളായി രൂപപ്പെടുന്നതും. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് 4 വ്യത്യസ്ത പാളികളായ ഇന്നർ കോർ, ഔട്ടർ കോർ, മാൻഡൽ, ക്രസ്റ്റ് എന്നിവ രൂപം കൊണ്ടു. ഇതാണ് ഭൂമിയുടെ ആന്തരിക ഘടന. ഭൂമിയുടെ മധ്യഭാഗത്തെ പാളിയെയാണ് ഇന്നർ കോർ എന്ന് വിളിക്കുന്നത്. 2442 കിലോമീറ്ററോളം വ്യാസമുള്ള ഭൂമിയുടെ ഈ അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 6400 കിലോമീറ്ററിനും 5180 കിലോമീറ്ററിനും ഇടയിലുള്ള ഭാഗത്താണ്. സാന്ദ്രത വളരെ കൂടുതലായ ഇരുമ്പും നിക്കലും ഉപയോഗിച്ചാണ് ഇന്നർ കോർ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അകക്കാമ്പാണ് ഏറ്റവും വേഗതയിൽ കറങ്ങുന്നത്. മാത്രമല്ല 5400 ഡിഗ്രി സെൽഷ്യസ് എന്ന അമിതമായ ചൂടും ഈ പ്രദേശത്തുണ്ട്. ഇന്നർ കോറിൽ നിന്നും ഉയരുന്ന ഈ ചൂടെന്നത് സൂര്യൻ്റെ ഉപരിതല താപനിലയുടെ അത്രയും വരും. ഭൂമിയുടെ ഉപരിതലത്തെ അപേക്ഷിച്ച് ഇവിടെ മർദ്ദം വളരെ കൂടുതലാണ്. ഉപരിതലവുമായി താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഉപരിതലത്തേക്കാൾ ഏകദേശം 3 ലക്ഷം മടങ്ങ് മർദ്ദം ഇന്നർ കോറിൽ കൂടുതലാണ്. അകക്കാമ്പിൻ്റെ തൊട്ടു പുറത്തുള്ള ഭാഗമാണ് ഔട്ടർ കോർ അഥവാ പുറംകാമ്പ്. കോറിൻ്റെ ഈ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പും നിക്കലും ഉപയോഗിച്ചാണ്. എന്നാൽ അകക്കാമ്പിനെ അപേക്ഷിച്ച് പുറക്കാമ്പ് ദ്രാവക രൂപത്തിലാണുള്ളത്. ഏകദേശം 2260 കിലോമീറ്ററോളം കട്ടിയുള്ള ഈ ദ്രാവക പാളിയായ ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 5180 കിലോമീറ്ററിനും 2880 കിലോമീറ്ററിനും ഇടയിലുള്ള ഭാഗത്താണ്. ഉരുകിയിളകി മറയുന്ന ഈ ദ്രാവക പാളിക്കുള്ളിലെ ലോഹങ്ങൾ മൂലമാണ് ഭൂമിക്ക് ഇത്ര ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. കോറിന് പുറത്തുള്ള അടുത്ത പാളിയാണ് മാൻഡൽ. ഏകദേശം 3000 കിലോമീറ്ററോളം കട്ടിയുള്ള ഈ മാൻഡലാണ് ഭൂമിയുടെ ഏറ്റവും കട്ടിയുള്ള പാളി. ഇത് ഉപരിതലത്തിൽ നിന്നും വെറും 30 കിലോമീറ്റർ മുതൽ ആരംഭിക്കുന്നു. മാൻഡൽ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മാഗ്മ എന്നറിയപ്പെടുന്ന പകുതി ഉരുകിയ പാറ കൊണ്ടാണ്. ഈ മാൻഡൽ പാളിയുടെ അടിഭാഗത്ത് ഉരുകിത്തുടങ്ങുന്ന പാറയും മുകൾ ഭാഗത്ത് വളരെ കട്ടിയേറിയ പാറയുമാണുള്ളത്. മാൻഡലിൻ്റെ താഴത്തെ പ്രദേശത്തെ താപനില വളരെ കൂടുതലാണ്. അത് ഏകദേശം 2200 ഡിഗ്രി സെൽഷ്യസോളം വരും. ഈ താപനില മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. അത് ഏറ്റവും മുകൾ ഭാഗത്തെത്തിക്കഴിയുമ്പോൾ 870 ഡിഗ്രി സെൽഷ്യസായി മാറും. ഈ പാളിയിൽ ഉരുകിയ പാറയുള്ള ഭാഗത്താണ്
ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തെന്നി നീങ്ങുന്നത്. അടുത്തത് ക്രസ്റ്റ് എന്ന ഭൂമിയുടെ പുറന്തോടാണ്, അതായത് നമ്മൾ വസിക്കുന്ന പാളി. വേവിച്ച മുട്ടയുടെ പുറന്തോട് പോലെയാണ് ഭൂമിയുടെയും പുറന്തോട്. അതായത് താഴെയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ നേർത്തതും തണുത്തതും പെട്ടെന്ന് പൊട്ടുന്നതുമാണ്. താരതമ്യേന നേർത്ത മൂലകങ്ങളായ സിലിക്ക, അലുമിനിയം, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് പുറന്തോട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ കട്ടിയല്ല ഉള്ളത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ പുറന്തോടിൻ്റെ കട്ടി എന്നത് 5 കിലോമീറ്ററുകൾ മാത്രമാണ്. എന്നാൽ കരഭാഗത്ത് അത് 30 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ വരും. ഇപ്പോൾ നമുക്ക് ഭൂമിയുടെ മധ്യഭാഗം മുതൽ ഭൂമിയുടെ പുറന്തോട് വരെയുള്ള ഈ ആന്തരിക ഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ ലഭിച്ചു. പച്ചപ്പും ജലാശയങ്ങളും മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും വ്യത്യസ്ത ഇനങ്ങളിൽപ്പെടുന്ന അനേകം ജീവജാലങ്ങളും, അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയുടെ പുറന്തോട്ടിൽ മാത്രമുള്ളത് അല്ലേ? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വലിയ ഗർത്തങ്ങളും മലയിടുക്കുകളും, എന്തിന് ഭൂമിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ പ്രദേശമായ മരിയാന ട്രെഞ്ച് പോലും ഭൂമിക്ക് ചെറിയൊരു പോറൽ മാത്രമാണ്. ഈ ഭൂമിയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നും താഴേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം. ഭൂമിയുടെ ഉള്ളിൽ എന്താണുള്ളത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം മൂലം പണ്ടുകാലം മുതലേ മനുഷ്യൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. അങ്ങനെ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായി നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ ആ വലിയ ചരിത്രമാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ കുഴിയാണ് 40 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിലെ കോല എന്ന ദ്വീപിൽ കുഴിച്ച കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ. 1970 കാലഘട്ടം. അന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ശീതയുദ്ധം നടക്കുകയാണ്. ബഹിരാകാശ പര്യവേഷണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നതും ആ കാലഘട്ടത്തിലാണ്. ശീതയുദ്ധത്തിൻ്റെ ആരംഭത്തിൽ 1960 അമേരിക്ക പ്രോജക്റ്റ് മോഹോർ എന്ന പേരിൽ ഭൂമിയുടെ പുറന്തോടിനെ തുളയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1957 അമേരിക്ക ഭൂമിയുടെ പുറന്തോട് തുരന്ന് താഴേക്ക് പോയി. എങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അമേരിക്കയ്ക്ക് ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. പിന്നീട് വീണ്ടും 1972 അമേരിക്ക ഒക്ലഹോമയിൽ ഒരു എണ്ണഖനിയിൽ ലോകത്തിൽ ഏറ്റവും ആഴമുള്ള ഒരു ഗർത്തം നിർമ്മിച്ചു. 9583 മീറ്റർ ആഴമുള്ള ഈ വലിയ കുഴിയായിരുന്നു അന്ന് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം. എന്നാൽ ഇതിനു മുൻപ് 1970 മെയ് മാസം 24-ാം തീയതി റഷ്യ ഭൂമിയുടെ രണ്ടാമത്തെ പാളിയായ മാൻഡൽ വരെ കുഴിക്കുന്നതിനും അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പഠിക്കുന്നതിനും കൂടാതെ ഭൂമിയുടെ പുറന്തോടിനെ കൂടുതൽ അറിയുന്നതിനുമായി കോല സൂപ്പർ ഡീപ്പ് ബോർഹോളിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രത്യേക തരത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡ്രില്ലുകൾ ഉപയോഗിച്ചാണ് അവർ കുഴിക്കാൻ തുടങ്ങിയത്. എങ്കിലും അന്നത്തെ സാങ്കേതിക വിദ്യയിൽ അവർക്ക് വേഗതയിൽ കുഴിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പതിയെ കുഴിച്ച് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 7000 മീറ്റർ അഥവാ 7 കിലോമീറ്റർ വരെ കുഴിച്ചു. ഇനിയുള്ളത് വളരെ കട്ടി കൂടിയ പാറക്കല്ലുകളാണ്. ഈ പാറകളെ തുറക്കാൻ ആ ഡ്രില്ലുകൾ കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് അവർ ഈ പ്രോജക്റ്റിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഡ്രില്ലുകൾ നിർമ്മിച്ചു. അതുപയോഗിച്ചാണ് വീണ്ടും ഈ പാറകൾ തുരന്നത്. അങ്ങനെ താഴേക്ക് പോയി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം 1979 ആയപ്പോൾ അമേരിക്ക നിർമ്മിച്ച 9583 എന്ന ആഴവും കടന്ന് 9589 വരെ കുഴിച്ചു. അങ്ങനെ വീണ്ടും കുഴിച്ച് താഴേക്ക് പോയി. ഈ പദ്ധതി തുടക്കമിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1982 ബോർഹോൾ നിർമ്മിക്കുന്ന യന്ത്രത്തിൻ്റെ തകരാറ് മൂലം ഈ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ എത്തി നിൽക്കുന്ന ആഴമെന്നത് 11662 മീറ്ററുകളാണ്. അതായത് ലോകത്തിൽ ഏറ്റവും ആഴമുള്ള കുഴി. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴമേറിയ ഭാഗം മരിയാന ട്രെഞ്ചാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മരിയാന ട്രെഞ്ചിൻ്റെ ആഴം 11033 മീറ്ററുകൾ മാത്രമാണ്. എന്നാൽ റഷ്യ അവിടം കൊണ്ട് നിർത്താൻ തയ്യാറായിരുന്നില്ല. മെഷീൻ ശരിയാക്കിയ ശേഷം അടുത്ത വർഷം അവർ വീണ്ടും കുഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ കുഴിച്ച് 12000 മീറ്ററുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഡ്രില്ലൊടിഞ്ഞുപോയി. പിന്നീട് 1986 മറ്റൊരു പാതയിലൂടെ വീണ്ടും കുഴിക്കാൻ ആരംഭിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം 1989 ഈ കുഴി 12262 മീറ്റർ വരെ എത്തി. അതായത് ഭൂമിയിലുള്ള സകലതിനേക്കാളും ആഴം കൂടുതൽ. വെറും 23 സെൻറ്റിമീറ്ററുകൾ വീതിയും
12 കിലോമീറ്ററോളം ആഴവുമുള്ള ഈ കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ ലോകത്തിനു മുന്നിൽ ഒരു അത്ഭുതമായി മാറി. ഈ ആഴത്തിൽ നിന്നും വീണ്ടും കുഴിക്കാൻ അവർ പരിശ്രമിച്ചു, എങ്കിലും അവർക്ക് സാധിച്ചില്ല. ആ സമയത്തെ ചൂട് അവർ കണക്കുകൂട്ടിയിരുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു. അതായത് 220 ഡിഗ്രി സെൽഷ്യസ്. അതിശക്തിയേറിയ ഈ ചൂടും സമ്മർദ്ദവും മൂലം ഇനി കുഴിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനുവേണ്ടി പുതിയ മെഷീനുകൾ നിർമ്മിക്കാൻ നോക്കിയാൽ ചിലവ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെ 1994 ഈ പദ്ധതി അവർ പരിപൂർണമായും നിർത്തി. കൂടാതെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സംഭവിച്ചതോടെ ഈ പദ്ധതി പുനരാരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു. ഈ ദൗത്യം തുടങ്ങിയപ്പോൾ അവർ തീരുമാനിച്ചിരുന്ന മാൻഡൽ എന്ന പാളിയിലേക്ക് ഇനിയും 25 കിലോമീറ്ററിലും കൂടുതൽ ദൂരമുണ്ട്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തിലേക്ക് ഇനിയും 6350 കിലോമീറ്ററിലും കൂടുതൽ ദൂരമുണ്ട്. ഈ ദൂരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ 12 കിലോമീറ്റർ എന്നത് വളരെ ചെറിയൊരു ദൂരമായി നമുക്ക് തോന്നും. എങ്കിലും ഈ 12 കിലോമീറ്ററുകൾ ഭൂമിയുടെ അടിയിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവർ കണ്ടതും കേട്ടതുമെല്ലാം വിചിത്രവും അത്ഭുതകരവുമായ കാഴ്ചകളും ശബ്ദങ്ങളുമാണ്. ആദ്യം കണ്ടെത്തിയത് ജലമായിരുന്നു. ഇത്രയും ആഴത്തിൽ ജലമുണ്ടായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരുന്നില്ല. ഈ ജലം സാധാരണ ഭൂഗർഭജലമായിരുന്നില്ല. പാറകളിലുണ്ടായിരുന്ന ധാതുക്കളിൽ നിന്നും വരുന്ന ജലമായിരുന്നു. 6.7 കിലോമീറ്ററുകൾ താഴ്ചയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് മൈക്രോസ്കോപ്പിക് പ്ലാറ്റോൺ ഫോസിലുകളാണ്. ഏകദേശം 200 കോടി വർഷങ്ങൾ പഴക്കമുള്ള വ്യത്യസ്ത തരത്തിലുള്ള 24ഓളം സൂക്ഷ്മജീവികളുടെ അപൂർവ ഫോസിലുകളാണ് അവിടെ നിന്നും കണ്ടെത്തിയത്. ഇത്രയും താഴ്ചയിൽ നിന്നും ഈ ഫോസിലുകൾ ലഭിച്ചത് ശാസ്ത്രലോകത്തിന് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. വീണ്ടും താഴേക്ക് പോയപ്പോൾ, അതായത് 7 കിലോമീറ്ററുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ, ഗ്രാനൈറ്റ് ബസാൾട്ടായി രൂപം മാറും എന്ന് കരുതിയിരുന്നു, എങ്കിലും അങ്ങനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. വീണ്ടും ഏകദേശം 10 കിലോമീറ്ററുകൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത് സ്വർണത്തിൻ്റെയും രത്നങ്ങളുടെയും വലിയ നിക്ഷേപമായിരുന്നു. കൂടാതെ ഈ യാത്രയിലെ താപനില 11 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഓരോ കിലോമീറ്ററുകൾ കഴിയുമ്പോഴും കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ 10 കിലോമീറ്ററുകൾ ആകാറായപ്പോഴേക്കും വളരെ അപ്രതീക്ഷിതമായി വലിയ തോതിൽ ഹൈഡ്രജൻ കണ്ടെത്തി. ശാസ്ത്രലോകത്തെ മുഴുവൻ ഒരുപോലെ അത്ഭുതപ്പെടുത്തിയ ഒരു കണ്ടെത്തലായിരുന്നു ഇത്. 12 കിലോമീറ്ററുകൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും താപനില ചിന്തിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലായിരുന്നു, 220 ഡിഗ്രി സെൽഷ്യസ്. കൂടാതെ ടൈറ്റാനിയം ഡ്രില്ലുകളെ നശിപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള ശക്തിയേറിയ റേഡിയേഷനുകൾ നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ചൂടും സമ്മർദ്ദവും അമിതമായതോടെ ഈ മെഷീൻ ഉപയോഗിച്ച് വീണ്ടും ഡ്രില്ല് ചെയ്യാൻ സാധിക്കാതെ വരികയും 1994 ഈ പദ്ധതി പരിപൂർണമായും അവസാനിപ്പിക്കുകയും ചെയ്തു. ആ സമയമായപ്പോഴേക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും റഷ്യ ഉള്ളിലേക്ക് തുരന്നെത്തിയത് 12262 മീറ്ററുകളായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ വിനോദസഞ്ചാരികളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സഞ്ചാര കേന്ദ്രമായിരുന്ന ഭൂമിയിൽ ഏറ്റവും ആഴം കൂടിയ ഈ പ്രദേശം ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. സീല് ചെയ്തു വെച്ചിരിക്കുന്ന തുരുമ്പ് പിടിച്ച ഒരു മൂടി മാത്രമേ ഇന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കൂ. എന്നാൽ ഇങ്ങനെ ഡ്രില്ല് ചെയ്ത് 14 കിലോമീറ്ററിലും കൂടുതൽ ദൂരം താഴേക്ക് പോയി എന്നും, അപ്പോൾ പൊള്ളയായ ഒരു അറയിൽ ഡ്രില്ല് ചെന്ന് ഇടിച്ചു എന്നും, അതിനുള്ളിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഭയപ്പെടുത്തുന്ന അലർച്ചകൾ കേട്ടുവെന്നും, അത് നരകമായിരുന്നു എന്നും, അങ്ങനെ നരകത്തിൽ നിന്നും കേട്ട ഭയപ്പെടുത്തുന്ന ശബ്ദം മൂലമാണ് ഈ പദ്ധതി അവസാനിപ്പിച്ചത് എന്നും ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളം കെട്ടുകഥകൾ പരന്നിരുന്നു. നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത വെറും നുണപ്രചരണം മാത്രമാണ് ഇത് എന്നറിയാമെങ്കിലും ഇന്നും അനേകം ആളുകൾ ഇത് വിശ്വസിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏറ്റവും ആഴത്തിലേക്ക് റഷ്യ ഭൂമിയെ തുരന്നു നിർമ്മിച്ച കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ എന്ന ഈ പാതാളക്കുഴിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.